ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഈ ഒരു പാർട്ടിൽ നമ്മൾ ഈ ഒരു ഫേസിൻ്റെ ഏകദേശം ആ ഒരു ഭാഗം മാത്രമേ വരയ്ക്കുന്നുള്ളൂ. അപ്പം അടുത്തൊരു പാർട്ട് ഉണ്ടാക്കി നമ്മൾ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പം നമുക്ക് കുറച്ച് സമയക്കുറവും കുറച്ച് തിരക്കൊക്കെ ആയി പോയതുകൊണ്ട് വീഡിയോ ഇടാൻ ഇപ്പോൾ അങ്ങനെ സാധിക്കാറില്ല. ഇടയ്ക്ക് മുട്ടൊക്കെ ഓരോ വീഡിയോ ഇടാറുണ്ട്. അപ്പം ഓരോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് വരച്ച് നോക്കുക, വരയ്ക്കാൻ പഠിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ. അപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് ഹെയറാണ് വരച്ച് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഹെയർ വരയ്ക്കാൻ വേണ്ടി നമ്മൾ ആർട്ട് ലൈനിൻ്റെ 8B 10B യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പെൻസിൽ ഏതാണോ ആ ഒരു പെൻസിൽ ഏറ്റവും ഡാർക്ക്നെസ് കൂടിയ പെൻസിൽ ഏതാണോ അത് യൂസ് ചെയ്യുക. അപ്പോൾ ഹെയർ വരയ്ക്കുമ്പോൾ മാക്സിമം ഡാർക്ക്നെസ് ആയിട്ട് വരയ്ക്കാൻ തന്നെ ശ്രമിക്കുക. പിന്നെ ഓരോ തവണ പെൻസിൽ ഷാർപ്പ് ചെയ്ത് തന്നെ യൂസ് ചെയ്യുക. നിങ്ങൾ ഞാൻ എവിടേക്കും പറയുന്നൊരു കാര്യം തന്നെയാണ്. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വരച്ച് കഴിഞ്ഞിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചുകൂടി ഒരു റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്ന രീതിയിൽ ഹെയർ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് വരയ്ക്കാവുന്ന ഇപ്പോൾ കണ്ണ്, മൂക്കിൻ്റെ ഒരു ഭാഗം നമ്മൾ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ നമ്മൾ ഈ ഭാഗത്ത് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഷെയ്ഡിങ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയം നമുക്ക് വേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ലെങ്തി ആക്കി എടുത്ത് കഴിഞ്ഞാൽ, അത് വീഡിയോ ഒരുപാട് ലോങ് ആക്കി എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണുമ്പോൾ ചിലപ്പോൾ ബോറടിക്കും. കാരണം ഡ്രോയിങ് ആണെങ്കിൽ പോലും നമ്മൾ ഒരുപാട് നേരം കണ്ടിരുന്ന് നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബോറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം ചെറിയ ചെറിയ പാർട്ടായിട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് വരച്ച് പഠിക്കുന്നവർക്കാണെങ്കിൽ പോലും ഓരോ പാർട്ടും കണ്ടിട്ട് നിങ്ങൾക്ക് വരച്ചെടുക്കാനുള്ള സമയം കിട്ടും, അല്ലെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് വരച്ച് പഠിക്കാൻ പറ്റും. കാരണം നമ്മൾ ഓരോ ചെറിയ പാർട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന അല്ലെങ്കിൽ വീഡിയോ എടുക്കാറ്. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ടോ മെസ്സേജായിട്ടോ ചോദിക്കാവുന്നതാണ്. അപ്പോൾ മെസ്സേജായിട്ട് ചോദിക്കണമെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നിങ്ങൾക്ക് മെസ്സേജായിട്ട് ചോദിക്കാം. പിന്നെ നിങ്ങൾ വരച്ച് ഡ്രോയിങ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അയച്ചു തന്നിട്ട് അതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ മിക്കവരും എനിക്ക് അയച്ചു തരാറുണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം മുടി വരയ്ക്കുമ്പം ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ് അതുപോലെ തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. അത് ഓരോരുത്തർക്ക് ഓരോ ഹെയർ സ്റ്റൈൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ മുടി ഇരിക്കുന്ന രീതി എങ്ങനെയാണ് അത് രീതി മനസ്സിലാക്കി തന്നെ വരയ്ക്കുക. നല്ല സമയത്ത് തന്നെ ചെയ്യുക. അതുപോലെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാൻ, അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ആക്കാൻ നിങ്ങളെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.